ഇവിടെ ഇത് പറ്റത്തില്ലെന്ന് വെച്ചാൽ ഒരു കാരണവശാലും പറ്റത്തില്ല, നടക്കത്തേ ഇല്ലാന്ന് ഞാൻ രാവിലെ തന്നെ തീരുമാനം എടുത്തിരുന്നു. ഇവിടെ 2 ദിവസം കൊണ്ട് എല്ലാവർക്കും പനി ആയതുകൊണ്ട് കഞ്ഞിയും പയറിൻ്റെ ഒരു കളിയായിരുന്നു. കഞ്ഞിയും പയറും കഴിച്ച് ഞങ്ങളുടെ മരവിച്ച് പോയി. അപ്പം ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല, ഞങ്ങളിന്ന് ചോറുണ്ണു എന്ന് ഞാൻ രാവിലെ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം പനി കൂടുവോ കുറയുമോ അതിൻ്റെ പാട്ടിന് പോവോ അതെന്താ ആയിക്കോട്ടെ, ഇന്ന് നമ്മൾ ചോറുണ്ടട്ടേ അടങ്ങുമെന്ന് ഞങ്ങൾ വിചാരിച്ചായിരുന്നേ. അപ്പം ചെറിയൊരു ഊണിൻ്റെ പരിപാടി കേട്ടോ. അപ്പം ഞാൻ അടുപ്പത്തിടുന്ന കൈമാ റൈസാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ ബിരിയാണി വെക്കാൻ പോകുന്നത്. അല്ലെന്നേ, ഇത് എളുപ്പത്തിൽ വേവാനുള്ള എൻ്റെ ഒരു സൂത്രപ്പണിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഞാനും 2 പിള്ളേരും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ എല്ലാ സംഭവങ്ങളും കേട്ടോ. പിന്നെ അതിനോടൊരു സലാഡ്, പപ്പടം, അച്ചാറ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏതാണ്ട് ഒരു നെയ്ച്ചോറ് സെറ്റപ്പ്. ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അങ്ങനെ ആ പരിപാടി കേട്ടോ. ഞാനാണെങ്കിൽ ചോറ് വിളമ്പിയപ്പോൾ ഏതാണ്ട് ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ ആയിരുന്നു എൻ്റെ ആർത്തി. ഞാൻ ഏതാണ്ട് 10 വർഷം കൊണ്ട് പട്ടിണി കിടന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക് കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കത് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് പായസം കുടിക്കണം, അതുകൂടെ വെച്ച് ഞങ്ങൾ കുടിച്ചു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റ.